അപ്പോൾ അതാണ്ട് ഞാനും കായ്പുള റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ആദ്യമായിട്ട് ചെയ്തതാണ്, പക്ഷേ സംഭവം സൂപ്പറാണ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ 2 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ കായ്പോള എല്ലാവരും കഴിച്ചിട്ടുണ്ടാവാം, പിന്നെ കണ്ടിട്ടും ഉണ്ടാവാം. അപ്പം ഞാൻ കഴിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ഇതൊന്നും ഉണ്ടാക്കാൻ പോവുകയാണ്. കായ്പോള ഏത്തപ്പഴം വെച്ചിട്ട് നമുക്കിന്ന് നൊയമ്പ് കാലമൊക്കെ അല്ലേ, അപ്പോൾ അത് എല്ലാവർക്കും ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇത് വെച്ചിട്ട് നമുക്കൊരു അടിപൊളി കായ്പോള ഉണ്ടാക്കിയിട്ട് വരാം. അപ്പോൾ ഞാൻ ഏത്തപ്പഴം തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് ചെറുതാക്കി അരിഞ്ഞ് എടുക്കണം. ഒന്ന് നടുക്കൂടൊന്ന് കട്ട് ചെയ്ത് ചെറിയ പീസാക്കി എടുക്കണം. നമുക്കൊന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല ചെറിയ പീസാക്കി ഒക്കെ കട്ട് ചെയ്തെടുക്കാം. ഇത് വളരെ എളുപ്പം നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല അടിപൊളി സംഭവമാണ്. കായ്പോള ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ തവ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആദ്യമേ നമ്മൾ ചെയ്യുന്നത് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇത് നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ ഒന്ന് വറുത്ത് കോരി മാറ്റാം. അതൊന്ന് ചൂടാകുമ്പോഴേ അതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അതാദ്യമേ ഒന്ന് വറുത്ത് കോരി മാറ്റിയതിന് ശേഷം മാത്രം നമുക്ക് മുന്തിരിങ്ങ കോരി വറുത്തെടുക്കാം. ഒത്തിരി അണ്ടിപ്പരിപ്പില്ലായിരുന്നു, കുറച്ചേ ഉള്ളായിരുന്നു. ഇരുന്ന് തന്നെ എടുത്തതാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇഷ്ടംപോലെ ചേർത്താൽ അത്രയും നല്ല ടേസ്റ്റായിട്ട് കിട്ടും. എനിക്കിപ്പോൾ ഇത്രയും ഉള്ളായിരുന്നു, അതാണ് ചേർത്തത്. അപ്പോൾ ഇതിൻ്റെ കായ്പോള എന്ന് പറയുന്ന ഒരു സിനിമ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ സംഭവം എന്താ, ഇത് എനിക്ക് തോന്നുന്നു ഇത് കൂടുതലും സ്പെഷ്യലായിട്ടുള്ളത് മലപ്പുറം സൈഡിലൊക്കെയാണ് തോന്നുന്നു ഈ കായ്പോള എന്നുള്ള സംഭവം പ്രസിദ്ധമാകുന്നത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്കൊന്ന് തോന്നി, ഒരു ഇൻട്രസ്റ്റ് തോന്നി ഇത് ഉണ്ടാക്കണമെന്ന്. അങ്ങനെ നോക്കിയതാണ്. അപ്പോൾ നമ്മുടെ അണ്ടിപ്പരിപ്പ് താണ്ട് ഏകദേശം നല്ല ചുവന്ന കളറായിട്ടുണ്ട്. ഒരുപാടങ്ങ് മൂത്ത് പോകണ്ട. അപ്പോൾ നമ്മൾ അണ്ടിപ്പരിപ്പ് കോരി മാറ്റി അതേ മേലോട്ട് തന്നെ കണ്ട മുന്തിരിങ്ങയും കിടങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. അതും ഇതുപോലെ നമുക്ക് വറുത്ത് കോരി മാറ്റണം. അതുകൊണ്ട് നന്നായിട്ടൊന്ന് വറുത്ത് കോരി അത് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും കോരി മാറ്റി ആ നെയ്യിലോട്ട് തന്നെ ഞാനൊരു കുറച്ച് നെയ്യൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മുടെ ആ ഏത്തപ്പഴം ഒന്ന് വരട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായ നെയ്യ്. ഇതാണ്ട് ഞാൻ അരിഞ്ഞു വെച്ചിരുന്ന ഏത്തപ്പഴം അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമുക്കതൊന്ന് നന്നായിട്ട് വരട്ടിയെടുക്കണം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്കിതൊന്ന് വരട്ടിയെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ തണ്ട ഏത്തപ്പഴം വരട്ടി തണ്ട നല്ല വെന്തുടയുന്ന പരുവത്തിൽ ഞാൻ ആക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്കൊരു ചെറിയ പരിപാടിയും കൂടെ ഉണ്ട്. നമ്മുടെ കായ്പോള ഫുള്ളാവണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഈ വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഒന്ന് കമൻറ്റ് പറയുകയും എല്ലാം വേണേ. എല്ലാവരുടെയും സപ്പോർട്ട് വേണം. അപ്പോൾ നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോകാം. ഞാൻ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു കോഴിമുട്ട ഒരു 6 എണ്ണം, പിന്നെ 3 ഏത്തപ്പഴത്തിന് 6 മുട്ടയാണ് വേണ്ടത്. ഒരു 6 മുട്ട അങ്ങോട്ട് എടുക്കാം. ഈ മുട്ടയ്ക്കകത്തോട്ട് ഞാൻ ഏലക്കാപ്പൊടിയുടെ ചേർത്ത് കൊടുക്കുന്നു. എന്നിട്ട് അടുത്ത് എന്താണെന്ന് അറിയുമോ, പഞ്ചസാര പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടെ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. നല്ല മധുരമൊക്കെ ഇരുന്നുണ്ട്. എന്നിട്ട് കണ്ട് പാല്, ഇത് തിളപ്പിച്ച പാലല്ല, സാധാ പാലാണ്. ഇതുകൂടെ ഒഴിച്ച് നമുക്കൊന്ന് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് പെട്ടെന്ന് വരാം. ഈ അടിച്ചു വെച്ചേക്കുന്ന മിശ്രിതത്തിലോട്ട് നമുക്ക് ഒരു പിഞ്ച് ഉപ്പ്, കേട്ടോ, ഒരുപാട് വേണ്ട, നമുക്ക് ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം അതുകൂടെ ഒന്ന് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് ഞാനിവിടെ തവ വെച്ചിട്ടുണ്ട്. പക്ഷെ ഞാനീ വെച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അടിയിലൊരു തവ വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ ചെയ്യുന്ന പാത്രം വെച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ഇതിനകത്തോട്ട് അടിക്കേണ്ട, കാരണം അടി മൊത്തം കരിഞ്ഞു പോവും. നമ്മളിത് റെഡിയായി വരുമ്പോഴത്തേക്ക് അത് കരിഞ്ഞു പോവും. അതുകൊണ്ട് നമ്മൾ ഈ ഒരു രീതിയിലാണ് വെച്ചേക്കുന്നത്. അപ്പോൾ അത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും, നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കിട്ടും. അപ്പോൾ ഈ തവയ്ക്കകത്തോട്ട് ഞാൻ എന്താണെന്ന് അറിയാമോ, കുറച്ച് നെയ്യോടൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്.
എന്നിട്ട് ഞാൻ അതിലേക്ക് ഇതങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ എന്ത് ചെയ്യുന്നറിയാവോ, നമ്മൾ ആ നെയ്യിൽ വഴറ്റി വെച്ചിരുന്ന നമ്മുടെ ആ ഏത്തപ്പഴവും കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇതിലേക്ക് നമ്മൾ ആ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിട്ട്, പക്ഷേ ഞാൻ ഇത് മൊത്തം ഇടുന്നില്ല, കുറച്ച് മാത്രമേ ഇടുന്നുള്ളൂ. നമുക്ക് ഇത് എത്ര വേണമെങ്കിലും ഇടാം കേട്ടോ. ഇപ്പം എൻ്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂ, അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. അപ്പം ഇതൊന്ന് വെന്ത് കിട്ടട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി ഇത് പിന്നെ ചേർക്കാവേ. ഇനി നമുക്കിതൊരു മൂടി വെച്ച് അടച്ചു കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യണമെന്നറിയാമോ, തീ ഒരു ലോ ഫ്ലെയിമിൽ തന്നെ ഇടണം, കൂട്ടി വെക്കരുത്. അപ്പോൾ എന്നിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് അപ്പോഴത്തേക്ക് ഇതെല്ലാം സെറ്റായി. കായ്പോള വെച്ചിട്ടേ ഒരു 10-15 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ടേ. അപ്പം ഞാൻ ആ മൂടി ഒന്ന് മാറ്റി കൊടുത്തിട്ട് അതിൻ്റെ മണ്ടയിൽ ബാക്കി നമ്മൾ വെച്ചിരുന്ന മുന്തിരിങ്ങായും അണ്ടിപ്പരിപ്പും ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. അത് ഒത്തിരി ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല രസം അത് കാണാൻ തന്നെ കേട്ടോ. അപ്പോൾ അതെല്ലാം അവിടെ ഇവിടെ ആയിട്ടൊക്കെ ഒന്ന് നമുക്ക് സെറ്റ് ചെയ്തിട്ട് വീണ്ടും ഇതൊന്ന് അടച്ച് ഒരു 15 മിനിറ്റ് കൂടെ കഴിയണം നമുക്കിത് റെഡിയായി എടുക്കണമെന്നുണ്ടെങ്കിൽ. കണ്ടോ? എന്നിട്ട് ഇത് നമുക്ക് ഇനി അടച്ചു വെക്കാം, ഒരു 15 മിനിറ്റ് കൂടെ കഴിയട്ടെ. അപ്പോൾ നമുക്ക് സംഭവം പൊളിക്കും. അപ്പോൾ നമ്മുടെ കായ്പോള റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാം വെന്ത് സെറ്റായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഒന്ന് കുത്തി നോക്കിയപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. പക്ഷേ ഇത് നമുക്ക് ഡയറക്റ്റ് ഇതിൽ നിന്ന് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഇനി ഇതിൻ്റെ തീ ഓഫ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് നമ്മൾ മാറ്റി വെച്ചിരുന്ന് തണുത്തതിന് ശേഷം മാത്രമേ നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റി കട്ട് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ ഇതൊന്ന് വാങ്ങി തണുക്കാനായിട്ട് വെക്കാൻ പോവുകയാണ്. അപ്പോൾ അതാണ്ട് ഞാനും കായ്പോള റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ആദ്യമായിട്ട് ചെയ്തതാണ്. പക്ഷേ സംഭവം സൂപ്പറാണ്, നല്ല സോഫ്റ്റാണ്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ തീർച്ചയായും ഈ വീഡിയോ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. വലിയ പാടൊന്നുമില്ല, നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഈ നോമ്പ് സമയത്തൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാനിത് ടേസ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ പൊന്നപ്പനെ വിളിക്കണം. പൊന്നുസേ വാ, ഓടി വാ. എളുപ്പം ഒന്ന് കട്ട് ചെയ്യ്. കയ്പാന്നോ? കായ്പോള സൂപ്പറാന്നോ? അടിപൊളിയാന്നോ? നല്ല സോഫ്റ്റ് ആണുണ്ടോ സംഭവം, മുട്ടയും പാലും എല്ലാം ചേർന്ന് അടിപൊളിയാന്നോ? പൊളിയാ. അപ്പോൾ നമുക്ക് എല്ലാവരും ഈ ചാനൽ കാണുന്നതോടൊപ്പം തന്നെ ഒന്ന് ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. നിങ്ങളുടെ ഫോളോ ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം. ടാറ്റാ. സെറ്റാണ്.